ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ അമ്പാടിയുടെ ചോറോണ് ഗുരുവായൂർ വെച്ച് കാലത്തേ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം നമ്മൾ വിചാരിച്ചു കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോകാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, റൂമിൽ പോയി ഒന്ന് റെഡിയായി, ഒന്ന് റിലാക്സ് ചെയ്തു. ഒരു 7 മണിയാകുന്നപ്പോഴത്തേക്കും നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്പാടിയാണെങ്കിൽ ചെറിയ മയക്കത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന് ഒരു കാലത്തെ എഴുന്നേറ്റായിരുന്നു കേട്ടോ. ഇവിടുന്ന് കൊടുങ്ങല്ലൂരൊക്കെ എത്രയാട്ടോ കിലോമീറ്റർ? 43. അരമണിക്കൂർ, 1.5 മണിക്കൂർ. അത് ഭയങ്കര ലക്ക നമുക്ക്, കാരണം അത്രയും സൗകര്യത്തോടെ റിലാക്സ് ചെയ്തിട്ടല്ലേ. തിരക്കാണെങ്കിൽ എന്താ അവസ്ഥ അതല്ലേ പറയണ്ടേ. പായസം ഇച്ചിരി ബാക്കി അമ്മേന്റെ ചോറ് രണ്ടാളെയും ചോറൂണെന്ന് കഴിഞ്ഞു. നല്ലോണം കഴിച്ചിക്ക് എല്ലാരും കൊടുക്കുമ്പോ ഞാൻ നല്ലോണം നുണഞ്ഞു തിന്നിനത്. അപ്പോഴേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അമ്പാടിൻ്റെ ചോറൂണ് കേട്ടോ. വീട്ടിൽ നിന്ന് കൊടുത്ത സമയത്തുള്ള കാര്യമാണ്. പായസമൊക്കെ കൊടുക്കുന്ന സമയത്ത് എല്ലാവരും കൊടുത്തതും മുഴുവനായിട്ട് അവൻ നുണഞ്ഞ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോവിഡ് കാലഘട്ടമായതുകൊണ്ട് തന്നെ ഗുരുവായൂരൊന്നും കൊടുക്കാൻ അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഓൾറെഡി അതിന് മുൻപേ നേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ ഗുരുവായൂർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇന്നിപ്പം അത് കാലത്തേ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടുന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് തട്ടിയിട്ട് ഏട്ടനാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അമ്പാടിൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആ ഫ്രണ്ടിലത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല ഫ്രഷ് എയറും നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഏട്ടൻ നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും ഗുരുവായൂരിൽ നിന്ന് 7 മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു 8:15 ആവുന്നതിന് മുമ്പേ നമ്മുടെ ഇവിടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എത്തുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ നേരെ സൈഡിലൊക്കെ ആയിട്ട് കുട്ടി കുട്ടി ഷോപ്സ് ഉണ്ട്. കുട്ടികളുടെ ബാഗ്സും അതേപോലെ ടോയ്സും പിന്നെ ചരട് അങ്ങനെയുള്ള എന്താ പറയുക, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കി കാണുമ്പോഴത്തേക്കും അമ്മ പറഞ്ഞു കേട്ടോ, നമുക്ക് അടുത്തുള്ള പൂജാ സ്റ്റോറിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ പാർക്കിങ്ങിലോട്ട് പോയിട്ട് വണ്ടി കയറിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ വണ്ടി എടുത്തിട്ട് നേരെ പോവാണ് പൂജാ സ്റ്റോറിലേക്ക് കേട്ടോ. അപ്പോൾ 1-2 പൂജാ സ്റ്റോറൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല കാലത്തെ ആയതുകൊണ്ട്. പിന്നെ ചാമുണ്ടേശ്വരി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റോറിലേക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് കരുതി. ഇവിടെ പൂജക്ക് എന്തെല്ലാം അമ്മ വേണ്ടേ? എന്തെല്ലാം വേണ്ടേ? വെല്ലോ, പിന്നെ ഉണങ്ങലരി, പശു നെയ്, കദളിപ്പഴം. അതാണ് പ്രധാനപ്പെട്ടത്, ഇഷ്ടപ്പെട്ടത്. അത് അവിടെ കൊടുക്കുക, നമ്മൾ സമർപ്പിക്കുക. ഓ അങ്ങനെ വാങ്ങിയില്ല. ഈ എന്താ പറയാ, ക്ഷേത്ര പരിപാലകന്മാരില്ല, ഞാനിപ്പോ പട്ട് ചോറ്റാനിക്ക് കൊടുക്കുക. പിന്നെ ചുവന്ന പട്ടു മഞ്ഞപ്പട്ടൊക്കെ നാണയം 21 രൂപ വെച്ചിട്ട് കീഴ്ക്കാവിലും മേൽക്കാവിലും മറ്റ് വെച്ച് ചോറ്റാനിക്ക് കൊടുക്കണ്ടോ. അങ്ങനെ നമ്മൾ പൂജാ സ്റ്റോറിൽ പോയിട്ട് പൂജയ്ക്കുള്ള സമർപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. വരുന്ന വഴിക്ക് ഇങ്ങനെ ഷോപ്സും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ അമ്പലത്തിലോട്ട്.
അങ്ങനെ നമ്മൾ ക്ഷേത്രനടയിൽ എത്തിയ പിന്നെ അവിടെ ശരണം വിളികളൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ക്ഷേത്രത്തിനകത്തേക്ക് കയറി. ഫോൺ അലൗഡ് അല്ല എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ചധികം സമയം നമ്മൾ എന്താ പറയുക കൊടുങ്ങല്ലൂർ അമ്മേനെ കാണാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷമായി. അപ്പോൾ കുറച്ചധികം സമയം നിന്നു. കാരണം തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ, എന്നാലും വലിയ തിരക്കെന്ന് പറയാനില്ല. അത്രയും സമയം നിന്ന് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. കുറച്ചധികം സമയം ഫ്രണ്ടിൽ തന്നെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു. അതിനുശേഷം വെളിയിലേക്ക് ഇറങ്ങി പ്രസാദമൊക്കെ മേടിച്ചു. പിന്നെ വഴിപാടുകളൊക്കെ പല രീതിയിലാണ് ഇവിടെ. ഓരോ ക്ഷേത്രത്തിലും ഓരോ വഴിപാടുകളും വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഞാൻ കണ്ടതിൽ വെച്ച് കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടോളൂ കേട്ടോ. ഒറ്റ സെക്കൻഡ് അമ്മ. സംഭാവന കൊടുക്കുക പോലെ അന്നദാനത്തിലേക്ക് സംഭാവന ഉണ്ടോ? അങ്ങനെ നമ്മൾ പ്രദക്ഷിണമൊക്കെ ചെയ്ത് ഇങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കും ഏട്ടൻ അവിടെ പോയിട്ട് നമ്മുടെ വെടിക്കെട്ട് ഉണ്ടല്ലോ, അപ്പോൾ അത് കഴിപ്പിക്കുന്ന അവിടെ പോയിട്ട് എന്തൊക്കെയോ പറയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതിന് ഓർഡർ കൊടുത്തിട്ട് കുറച്ച് സമയം നമ്മുടെ വെടിക്കെട്ട് കാണാനുള്ള തത്രപ്പാടിൽ അവിടെ കുറച്ച് സമയം അധികം നിന്നു കേട്ടോ. അങ്ങനെ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മുടെ ആ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്നു കേട്ടോ. ആ സമയത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലായിരുന്നു, അമ്മയ്ക്കുള്ളതും പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ളതും അല്ലാണ്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഫാമിലി ആയിട്ട് നിന്നതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഏട്ടനെ ക്യാമറ ഞാൻ കൊടുത്തിട്ട് ഞാൻ അമ്പാടീനെ എടുത്ത് കുറച്ച് സമയം നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ അമ്പാടിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷർട്ട് ഊരുന്നതും ഇടയ്ക്കും ഇട്ട് കൊടുക്കുന്നതും ഇതൊക്കെ ഒരു വല്ലാത്ത ഇറിറ്റേഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ അവന് തീരെ താല്പര്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ഉറക്കക്ഷീണമൊക്കെ ഉണ്ടാകും, കാലത്തെ എഴുന്നേറ്റതല്ലേ. അപ്പോൾ പ്രദക്ഷിണമൊക്കെ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. അപ്പം മറ്റ് ക്ഷേത്രങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് വ്യത്യസ്തമാണ് ഇവിടുത്തെ വഴിപാടുകൾ. പ്രധാനമായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത് വാൾ വഴിപാടാണ് കേട്ടോ. അതുകൂടാതെ പറ വഴിപാടുകളുണ്ട്. അത് പ്രധാനമായും കുരുമുളക്, അരി, മഞ്ഞൾ, ശർക്കര, നെല്ല്, എള്ള് ഇങ്ങനെയുള്ളതൊക്കെയാണ്. ഇവ കൂടാതെ 4 തരം ഗുരുതികളും പ്രധാനമാണ് കേട്ടോ. എന്താ തൃപ്പേർ പോകുന്ന വഴിക്കല്ലേ അല്ലേ? രാമന്റെ അല്ലേ? അങ്ങനെ കൊടുങ്ങല്ലൂർ അമ്മേനെയും കണ്ട് വളരെ ഹാപ്പി ആയിട്ടാണ് അവിടുന്ന് മടങ്ങുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ ഏതാണ്ട് ഒരു 9:40 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് തൃപ്പയാറേക്കാണ്. തൃപ്പയാർ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അമ്പാടിക്ക് വിശക്കൂന്ന് കരുതിയിട്ട് അവന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അവൻ ഫ്രണ്ടിലേക്ക് നിർത്തി അവിടുന്ന് അവന് ഫുഡ് കൊടുത്തിട്ട് പോകാമെന്ന് കരുതി. ഞങ്ങൾ ഓൾറെഡി രാവിലെ തന്നെ കഴിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ശ്രീരാമൻ്റെ അമ്പലത്തിലോട്ട് പോവാം. അമ്പാടി ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാർക്കിംഗ് അല്ലല്ലോ ഏട്ടന് പോണ്ടേ?
അങ്ങനെ തൃപ്പയാർ അമ്പലത്തിൻ്റെ ആ ഒരു നടയിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ക്ലോക്ക് റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെരുപ്പൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മളിങ്ങനെ നടന്ന് അകലുമ്പോഴത്തേക്കും കുട്ടി കുട്ടി ഷോപ്സൊക്കെ സൈഡിലൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും അമ്പാടി ഓരോ കടകൾ കാണുമ്പോഴത്തേക്കും അവിടെ ടോയ് വേണമെന്ന് പറഞ്ഞ് ചെറുതായിട്ട് ചിനുങ്ങലും കാര്യങ്ങളൊക്കെയാണ്. ഓൾറെഡി ഇന്നിപ്പോൾ രാവിലെ തന്നെ ഗുരുവായൂരിന്ന് ഒരു എന്താ പറയുക ലോറിയോ എന്തോന്നും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ഇനിയും മേടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് നമ്മൾ ക്ഷേത്ര നടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇവിടെയും പറ വഴിപാടുകൾ വളരെ പ്രധാനമാണ്. കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് നെല്ല്, ശർക്കര, മഞ്ഞൾ, അരി, മലർ, പഞ്ചസാര ഇവയൊക്കെയാണ് കേട്ടോ. ഇതുകൂടാതെ മീനൂട്ട് ഇവിടെ വളരെ പ്രസിദ്ധമാണ്. എല്ലാവരും ചെയ്തു പോകും കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ചെറിയൊരു പാത്രത്തിൽ അരിയും അതേപോലെ നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ മീനൂട്ട് നടത്താൻ പോവാണ് കേട്ടോ. എടുത്തൂടെ ഏട്ടാ? എത്ര എണ്ണ? അങ്ങനെ നമ്മൾ നാലമ്പലത്തിനകത്ത് കയറി പ്രവർത്തിച്ചു, പ്രസാദമൊക്കെ മേടിച്ചു, നമ്മൾ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്ഷേത്രത്തിലും വെടിവഴിപാട് ഭയങ്കര പ്രസിദ്ധമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കും നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു വെയിലും ഉണ്ട്. അതൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്, പ്രദക്ഷിണം വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് വളരെ ഹാപ്പി ആയിട്ട് തൊഴുത് ഇറങ്ങി. നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ക്ഷേത്രത്തിന് ഇടതും വലതുമായിട്ട് ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. കൂടുതലും ഡ്രസ്സസ്, അതേപോലെ കുപ്പിവളകൾ, മാലകൾ, ജ്വല്ലറി ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികളുടെ ടോയ്സ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ 1-2 ഹോട്ടൽസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെരുപ്പ് അവിടുന്ന് ക്ലോക്ക് റൂമിൽ നിന്ന് എടുക്കുന്ന സമയം കൊണ്ട് അമ്മയും അവനും പോയിട്ട് ഒരു കുട്ടി കാറ് മേടിച്ചു കേട്ടോ. അപ്പോൾ അമ്മ വേറെ ഏതൊക്കെ മോഡലും കളറൊക്കെ കാണിച്ചു കൊടുത്തു. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു നീല കളർ, അവന് ഇഷ്ടമുള്ള കളർ തന്നെ പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് ഇല്ലാത്ത കളറാണോ? ഇല്ല, ഓൾറെഡി ഒരു നീല കാറുണ്ട്. എന്നിട്ട് ഇത് തന്നെ മേടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വണ്ടി കുത്തിരുന്നിട്ട് ഇത് കൊണ്ടുള്ള കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നേരെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്കാണ്. അങ്ങനെ നമ്മൾ തൃപ്പയാർന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു 11:15 കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ. ഇനി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകണം. അതാണ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഉച്ചക്കത്തെ പൂജ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നേരെ ഗുരുവായൂരേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ അതായത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒക്കെ കുറച്ച് അടുത്തായിട്ട് തന്നെ വരും ആഹാർ എന്നും പറഞ്ഞിട്ടുള്ള അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അവിടെ എത്തിയ പിന്നെ ആദ്യം അമ്പാടി പറയുന്നത് അവന് ഐസ്ക്രീം വേണമെന്നാണ്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കണമെങ്കിൽ എന്തായാലും ഇത് മേടിച്ചു കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ
നമ്മളിത് അവിടെ ഫുഡൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അവർ കയറിയിരിക്കാൻ പറഞ്ഞു കേട്ടോ. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ പിന്നെ അങ്ങനെ നമ്മളവിടെ ഇരുന്നു. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട്. അപ്പോൾ അമ്പാടി ഇവിടുന്ന് ഐസ്ക്രീം കഴിക്കുകയാണ്. അപ്പോൾ അമ്മ എന്തോ പറഞ്ഞതുകൊണ്ട് അവനുള്ള കളിയാണ് കേട്ടോ. അപ്പോൾ ആരും പറയണ്ട, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കഴിക്കും എന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെ ആ ഒരു ഐസ്ക്രീം. എന്തോരം ഇഷ്ടമാണ് കേട്ടോ, എത്ര കഴിച്ചാലും മടുക്കില്ല. ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്നപ്പോഴത്തേക്കും 4-5 ഐസ്ക്രീം വരുന്ന വഴിക്ക് തന്നെ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ. തൃശ്ശൂർ സ്റ്റൈലായിരുന്നു ഫുഡ്. നമ്മുടെ വടകര കോഴിക്കോട് ഭാഗങ്ങളിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല ചൂട് ചോറും പിന്നെ അതിനൊപ്പം തൊട്ട് കൂട്ടാനായിട്ട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പച്ചടി, കിച്ചടി, സാമ്പാർ, ഉപ്പേരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു. പായസവും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ആസ്വദിച്ച് കഴിച്ചു. എന്നിട്ട് അവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി നമ്മൾ റൂമിലേക്ക് പോയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലും പോയിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഓൾറെഡി നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി അമ്പാടീൻ്റെ ചോറൂണ് കഴിഞ്ഞല്ലോ. ആ സമയത്ത് ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ചോറൂണിൻ്റെ വീഡിയോ ആയിട്ട് തൊട്ട് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഉച്ചയ്ക്ക് പോകുന്ന സമയത്താണ് ഞാൻ ഫോണ് റൂമിൽ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ ക്ലോക്ക് റൂമിൽ പോകാനും എന്താ പറയുക ബുദ്ധിമുട്ടാണ്. കാരണം ഒത്തിരി തിരക്ക് വരുന്ന സമയത്ത് നമ്മൾ ക്യൂ നിന്ന് ബുദ്ധിമുട്ടും കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മൊത്ത കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട് എന്നെ കൊണ്ടാകുന്ന പോലെ ഒക്കെ തന്നെ. അങ്ങനെ നമ്മൾ 3 ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് ഇനി നേരെ നാട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അമ്പാടിക്ക് എന്തെങ്കിലും ഫുഡ് മേടിച്ചു കൊടുക്കാമെന്ന് എഴുതിയിട്ട് ഏട്ടൻ എന്തോ മേടിച്ചു കൊണ്ടുവരുന്നുണ്ട് കാര്യമായിട്ട്. അപ്പോൾ അവന് ഐസ്ക്രീമാണല്ലോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവന് പഴംപൊരിയോ എന്തൊക്കെയോ നമ്മൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്കും എനിക്കും ഏട്ടനൊക്കെ. അപ്പോൾ അതൊക്കെ അമ്പാടിക്ക് കൊടുത്തേ പിന്നെ അവന് ബിരിയാണിയോ നെയ്ച്ചോറോ എനിക്ക് കാര്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ എന്തോ അവന് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ എഴുന്നേറ്റ് പിന്നെ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം. എഴുന്നേറ്റ് പിന്നെ അവന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ചു. അതിനുശേഷം അവന് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ യാത്ര പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പോകുന്ന ആ ഒരു റൂട്ടിലൂടെയല്ല ഇന്നിപ്പോൾ ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നത്, വേറെ ഏതൊക്കെയോ റൂട്ടിലൂടെയാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. കല്ലുമ്മക്കായി, ഇളമ്പക്ക എല്ലാം ഉണ്ടല്ലോ. നമുക്ക് പേടിയായിക്ക് ബീച്ച് റോഡിലത് ബീച്ച് ഫസ്റ്റ് എന്ത് തിരക്കാലാ. അതാ ഇവിടുത്തെ അതാ കോഴിക്കോട് ആഗ്രഹമുണ്ട് പൈസ എന്താ അറിയാ ആ കാണുന്നെങ്കിലും ഫ്ലാറ്റ് വേണം. നിങ്ങളുണ്ട് കുറേ അവസ്ഥ ഫ്ലാറ്റിൽ താമസിക്കുന്ന സ്വർഗമായിരിക്കും. ഇങ്ങനെയാ നീങ്ങളുണ്ട് ഇവിടെ ചേർത്ത് നീലുണ്ട്. നമ്മൾ ആകാശവാണിയല്ലോ എത്തി. കണക്കാക്കിട്ടായിരിക്കും ഇവിടെ തുടങ്ങിയിട്ടുണ്ടാവും. നല്ല ആൾക്കാരെല്ലാം വെക്കേഷൻ ആകുമ്പം വരും. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബീച്ച് റോഡാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫുൾ അവിടെയൊക്കെ നമ്മുടെ കാർണിവലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ന്യൂ ഇയർ ക്രിസ്മസിൻ്റെയോടനുബന്ധിച്ച് സ്റ്റാർട്ട് ചെയ്താന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ മുൻപ് കേട്ടിട്ടുണ്ട് എവിടെയോ ബീച്ച് ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ പോകുന്ന വഴിക്ക് റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 11 മണിയൊക്കെ ആയി നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ വാഹനം ബ്ലോക്കായിട്ട് ആകെ പെട്ട് കിടക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 7-7:30 ആകുമ്പോഴത്തേക്കും നമ്മൾ കോഴിക്കോട് ഉണ്ടായിരുന്നു. പക്ഷെ 11 മണിയായി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്താനായിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് പോരായിട്ട് ഏതോ ക്ഷേത്രത്തിലൊക്കെ ഉത്സവമൊക്കെ ആയതുകൊണ്ട് അവിടെയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ റൂട്ട് മാറി പിന്നെയും വേറെ ഏതൊക്കെയോ റൂട്ട് വഴിയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ടാറ്റാ, ബൈ ബൈ.